ഹലോ ഫ്രണ്ട്സ്, ഷെയർ മാത്തമാറ്റിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സിമ്പിൾ ട്രേഡ് പ്ലേലിസ്റ്റിലെ വീഡിയോ നമ്പർ 12 ഇത്. അപ്പോൾ വീഡിയോ 1 തൊട്ടിട്ട് 11 വരെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. സ്റ്റോക്ക് മാർക്കറ്റിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, സിമ്പിളായിട്ട് പ്രോഫിറ്റബിൾ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ സിമ്പിളായിട്ടുള്ള എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ സാധാരണക്കാരായ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനത്തെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. കൂട്ടുകാരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് വരുത്തുന്ന കൂട്ടുകാർ, അതായത് വന്നിട്ട് ആദ്യമേ ട്രേഡിങ്ങിൽ മിസ്റ്റേക്ക് വന്ന് ലോസ് വരുത്തുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സാധാരണ നമുക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നുള്ള കാര്യം ഞാൻ റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയാം. അതായത് റിയൽ ലൈഫിൽ 2 ടൈപ്പ് ആൾക്കാരുണ്ടാവും. ക്യാഷ് കുറവ് അല്ലെങ്കിൽ അത്യാവശ്യം മാത്രം ക്യാഷ് ഉള്ളവരും ഒരുപാട് ക്യാഷ് ഉള്ള ആൾക്കാരും. 2 ടൈപ്പ് ആൾക്കാരുണ്ട്. അപ്പോൾ ക്യാഷ് കുറവ് അത്യാവശ്യം കാശ് ഉള്ളവർ എന്ത് ചെയ്യും? സാധാരണ അവരെ ക്യാഷുകൾ വരുന്നത് ജോലിയും ചെറിയ ബിസിനസ് ആയിരിക്കും. നന്നായിട്ട് ക്യാഷ് ഉള്ളവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ ബിഗ് അസറ്റ്, പ്രോപ്പർട്ടീസ്, ബിഗ് കമ്പനീസ് ഒക്കെ ഉണ്ടാവും. അപ്പം എൻ്റെ ചോദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണ് കാശ് ഉണ്ടാക്കുന്നത്? ഓഫ് കോഴ്സ് കാശുള്ളവനാണ് കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ നിന്ന് അവന് കാശ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് 1 കോടി രൂപ ഉള്ളവൻ ബാങ്ക് ഡെപ്പോസിറ്റ് ഇട്ട് അവന് 70,000 80,000 മാസം കിട്ടുമെന്ന് പറഞ്ഞ പോലെ കാശുള്ളവൻ കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. കാശ് കുറവുള്ളവനോ അവന് കാശ് ഉണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതേ സെയിം തന്നെയാണ് അപ്പോൾ നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാഷ് ഇല്ലാത്തവൻ ആദ്യമായിട്ട് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇൻട്രാഡേ ഓപ്ഷൻ, ഷോർട്ട് ടൈം ട്രേഡിംഗ് ഒക്കെ. കാരണം അതിൽ കാശ് കുറവ് മതി, മാത്രമല്ല ദിവസം ഒരു പൈസ കിട്ടും അല്ലെങ്കിൽ ഒരു എമൗണ്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ ആദ്യം വരും. എന്നാൽ കാശുള്ളവൻ എന്ത് ചെയ്യും? അവൻ സ്വിംഗ് ട്രേഡിംഗ്, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യും. കാരണം അവൻ്റെ അത്രയും കാശ് ഉണ്ട്. അപ്പോൾ അവനത് ഇൻവെസ്റ്റ് ചെയ്യും, ഒരുപാട് സമയം ഹോൾഡ് ചെയ്ത് വെക്കും, നല്ല കാശ് ഉണ്ടാക്കും. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യമേ വന്നിട്ട് ഇൻട്രാഡേ ഓപ്ഷൻസ്, ഷോർട്ട് ടൈം ട്രേഡിംഗ് ഒക്കെ ചെയ്യാൻ നിൽക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ് മതിയല്ലോ. അപ്പോൾ അവർ ഇത് മാത്രം പഠിച്ച് ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെറിയ കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? ഫെയിലാവും. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശുള്ളവൻ്റെ ബിസിനസ് നമ്മൾ ആദ്യം പഠിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം വന്നിട്ട് ഈ ലോങ് ടൈം ഓർ സ്വിംഗ് ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പഠിക്കണം. അപ്പോൾ അത് പഠിക്കാൻ പറ്റും നമുക്ക്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാം, പക്ഷേ ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറവായിരിക്കും, നമ്മൾ കിട്ടുന്ന കാശ് കുറവായിരിക്കും മാത്രമേ ഉള്ളൂ. അതായത് കാശുള്ളവൻ്റെ ബിസിനസ് നമുക്ക് ചെയ്യാം, പക്ഷേ ഇവിടെ റിയൽ ലൈഫിൽ നമുക്ക് ഈ ബിഗ് അസറ്റ്, പ്രോപ്പർട്ടീസ് മേടിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ കാശുള്ളവൻ്റെ കാര്യം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്യാം. അപ്പോൾ ഇത് പഠിച്ചിട്ട് അതിൻ്റെ ഒരു പ്രൈസ് ഇഫക്റ്റ്, അതെങ്ങനെയാണ് അത് മൂവ് ചെയ്യണത് എന്നുള്ള പ്രൈസ് ഇഫക്റ്റ് എടുത്തിട്ട് നമ്മൾ ഇൻട്രാഡേ ഓപ്ഷൻസോ ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് കിട്ടും. മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പോൾ ഞാനൊരു കാര്യം കൊണ്ട് പറയാം. അത് ലോകത്തുള്ള ഏത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നല്ല ക്വാളിറ്റി, നല്ല ഗുഡ് പ്രൈസ് ആണെങ്കിൽ മാത്രമാണെങ്കിൽ അതിന് ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. സ്റ്റോക്ക് മാർക്കറ്റിലായാലും അതെ, ഗുഡ് ക്വാളിറ്റിയും ഗുഡ് പ്രൈസും. അപ്പോഴാണ് അതിനൊരു അർജൻസി ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെങ്കിലും സ്വിംഗ് ട്രേഡിംഗ് പഠിക്കണം, ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് പഠിക്കണം. ഈ മന്ത്ലി ചാർട്ട്, വീക്ക്ലി ചാർട്ട്, ഡെയിലി ചാർട്ടൊക്കെ നോക്കിയിട്ട് അത് മനസ്സിലാക്കണം. അതല്ലാണ്ട് നമ്മൾ ഷോർട്ട് ടൈം ട്രേഡിങ്ങിൽ ആകെ ഒരു ചെറിയ പിക്ചർ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റില്ല. നമുക്ക് ലോങ് ടൈം ആ പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ മാപ്പും സ്വന്തമാകും, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മാപ്പും സ്വന്തമാകും, നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ സക്സസും കിട്ടും. മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റാണ് ഞാൻ ഈ ചെയ്യുന്നത്, സിമ്പിൾ ട്രേഡർ പ്ലേലിസ്റ്റ്. അപ്പോൾ അതിൽ ഞാൻ പ്രോപ്പർ ബേസിക്, എങ്ങനെ മന്ത്ലി ചാർട്ടിലെ ട്രെൻഡും പ്രൈസ് ലെവലും, വീക്ക്ലി ചാർട്ടിലെ ട്രെൻഡ്സ്, പ്രൈസ് ലെവല്, ഇമ്പോർട്ടൻറ്റ് സൈക്കോളജി, എങ്ങനെ ചാർട്ട് ബ്രേക്ക് ഡൗൺസ്, എങ്ങനെ സെറ്റപ്പ്, ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വീഡിയോ 12 നമ്മളുടെ പ്രോഫിറ്റബിൾ ട്രേഡർ ജേണിയിലേക്കുള്ള നമ്മളുടെ വീഡിയോ നമ്പർ 12. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനിട്ടിരിക്കുന്ന കൺസെപ്റ്റിൻ്റെ പേരാണ് അമ്മയും കുഞ്ഞും പരൽമീനും. അതായത് അമ്മയാകുന്ന ഒരു വലിയ ട്രെൻഡുകളുണ്ട്, അത് നമ്മൾ കണ്ടുപിടിച്ച് അതിലെ കുഞ്ഞു ട്രെൻഡുകൾ കണ്ടുപിടിച്ച് അതിൻ്റെ ഉള്ളിൽ കുഞ്ഞു ട്രെൻഡുകൾ കണ്ടുപിടിച്ച് അതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അമ്മയാകുന്ന കുഞ്ഞിൽ ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ട്രേഡ് ചെയ്യണം. അതിനൊപ്പം പിച്ചക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിട്ട് നമ്മൾ വേഗം ചെറിയ ലോസ് ബുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡും, പിന്നെ നമ്മൾ ഷാർപ്പ് എൻട്രിക്ക് വേണ്ടിയുള്ള പരമിൽ ടെക്നിക്കും നമുക്ക് ഇതിൻ്റെ വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ 5, വീഡിയോ 8 ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ ദയവായി പോയി കാണുക. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച കൺസെപ്റ്റുകൾ നോക്കാം. ആദ്യത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ വീഡിയോ 3 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സ്റ്റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് മേലോട്ട് പോയി, അതിനുശേഷം സ്റ്റോക്ക് താഴോട്ട് വന്നു, വീണ്ടും മേലോട്ട് പോയി. അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റ് കിട്ടി. അപ്പോൾ ഈ 2 പോയിന്റ് നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു. എന്നിട്ട് ആ ലൈൻ ഒന്ന് നീട്ടി വരയ്ക്കുമ്പോൾ ഈ ഒരു പോയിന്റും കിട്ടി, ഈ ഒരു പോയിന്റും കിട്ടി. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എങ്ങനെ നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു ഇതിനു മുന്നേ. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇങ്ങനെ പോയിന്റുകൾ കിട്ടും. സ്റ്റോക്ക് മേലേക്ക് താഴേക്ക് പോയിന്റുകൾ. അപ്പോൾ ആ പോയിന്റുകൾ ചേർത്തിട്ട് ലൈൻ വരച്ചിട്ട് അതിൻ്റെ മേലയിൽ ഇവിടെ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ട്രേഡ് ചെയ്യുക എന്നുള്ള കാര്യം പഠിച്ചു. അപ്പോൾ അത് വീഡിയോ 10 പറഞ്ഞിട്ടുണ്ട്, അതും നമ്മൾ പഠിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ 3ാമത് പഠിച്ചതാണ്
ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ നമ്മൾ ഇവിടെ എൻട്രിയിലാണ് പഠിച്ചതെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ അതിന് മുന്നത്തേൽ പഠിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഔട്ട് ആവണതിന് മുന്നേ ഇവിടെ ഒരു എൻട്രിയിൽ വരുന്നതാണ് പഠിച്ചത്. അപ്പോൾ അത് വീഡിയോ 11 നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോണത് ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ബൈ സൈഡാണ്. അതെ, ബൈ ചെയ്യണത്. അപ്പോൾ നമുക്കിനി സെൽ സിഗ്നൽ നോക്കാം. അപ്പോൾ അതായത് നമ്മുടെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഇരുതല വാള് പോലെയാണ്. അതായത് ഒരു സൈഡ് പ്രോഫിറ്റ് ആണെങ്കിൽ മറ്റേ സൈഡ് ലോസ്. അത് രണ്ടും ട്രേഡിങ്ങിലുള്ളതാണ്. പ്രോഫിറ്റും ഉണ്ട്, ലോസ് ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്ക ട്രേഡേഴ്സിനും കിട്ടുന്ന പ്രോഫിറ്റ് കുറവായിരിക്കും, എന്നാൽ ഉണ്ടാവണ ലോസ് കൂടുതലായിരിക്കും. അപ്പം അതാണ് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത്. അതെങ്ങനെ? അത് മാറ്റിയിട്ട് നമ്മൾ ലോസ് ചെറുതാക്കണം, പ്രോഫിറ്റ് വലുതാക്കണം. അപ്പോൾ ഈ ലോസ് ചെറുതാക്കണം എങ്ങനെയാണ്? സെല്ല് ചെയ്യാൻ പഠിച്ചിട്ട് സെൽ സിഗ്നൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഈ ലോസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ബൈ ആണ് നിങ്ങൾ ചെയ്യുന്നത് പോട്ടെ, ബൈ ചെയ്യണതാണെങ്കിൽ പോലും നിങ്ങൾ എങ്ങനെ സെല്ല് ചെയ്യണം, എങ്ങനെ സെൽ സിഗ്നൽ വന്ന് എപ്പോഴും എക്സിറ്റ് ചെയ്യാന്നുള്ള സിഗ്നൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെറുതാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെൽ സിഗ്നൽ ആരൊക്കെ പഠിക്കണമെന്ന് ചോദിക്കും. അത് നിങ്ങൾ ഇൻട്രാഡേ ട്രേഡറോ, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡറോ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് സ്വിംഗ് ട്രേഡറോ, അങ്ങനത്തെ ആരായാൽ പോലും നിങ്ങൾ സെൽ സിഗ്നൽ എന്തൊക്കെയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും, ലോങ് ടൈം ഇൻവെസ്റ്ററോ സ്വിംഗ് ട്രേഡറോ അവരെന്തിനാണ് ഇത് പഠിക്കേണ്ടത്? അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. പക്ഷെ ആവശ്യമുണ്ട്, പറഞ്ഞുതരാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പഠിച്ചിരിക്കണം. അതായത് ഒരു ലോങ് ടൈം ഇൻവെസ്റ്റർ എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ സ്റ്റോക്ക് മേലോട്ട് പോകണ കണ്ടപ്പോൾ അയാൾ ബൈ ചെയ്തു. പലയിടത്തും ചിലപ്പോൾ അയാൾ ഇവിടെ ബൈ ചെയ്യും, ചിലപ്പോൾ ഇവിടെ ബൈ ചെയ്യും, ഇവിടെയൊക്കെ ബൈ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കുറച്ച് കഴിയുമ്പോൾ അതൊരു ട്രെൻഡ് ലൈനായിട്ട് ഫോം ചെയ്യും. അതായത് സ്റ്റോക്ക് മൂവ് ചെയ്യുമ്പോൾ അപ്പ് ഡൗൺ ആയിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ അതിനെ നമ്മൾ നീട്ടി വരച്ചിട്ട് ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കും. അപ്പോൾ ഈ സ്റ്റോക്കിൽ പല സ്ഥലത്ത് അവർ ബൈ ചെയ്തിട്ടുണ്ടാവും. ചിലവർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും, ചിലവർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും, ചിലവർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും, ചിലവർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും, ചിലവർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് നാളുകൾ ഇത് ബൈ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്ത പ്രോഫിറ്റ് ആയിരിക്കും അത്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ സ്റ്റോക്ക് ഡും തന്നെ താഴേക്ക് പോകാം. അപ്പോൾ ഇതുവരെ ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ പണിപ്പാളിയല്ല ഈശ്വര എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു, ഈശ്വര എന്നൊക്കെ പറഞ്ഞിട്ട്, മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത്രയും നാളുണ്ടാക്കിയെടുത്ത ഒരു പ്രോഫിറ്റ് അല്ല അവർക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണ്ടേ? ഒരു സെൽ സിഗ്നൽ വരുമ്പോൾ, ഇതിൻ്റെ ഒരു വീക്ക്നെസ് വരുമ്പോൾ മനസ്സിലാക്കണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ സെൽ സിഗ്നൽ കിട്ടിയാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അതായത് നല്ല ലാഭത്തിലുള്ള ഒരു കമ്പനിയാണ്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കമ്പനിയാണ്, അതിലൊരു സെൽ സിഗ്നൽ, അതായത് പ്രൈസ് കുറയാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ഷെയർ വിറ്റിട്ട് ആ ലാഭം അങ്ങോട്ട് ബുക്ക് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം? വീണ്ടും താഴേന്ന് വീണ്ടും തിരിച്ച് കയറണ സമയത്ത് നമുക്ക് മേടിക്കാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ലാഭം കിട്ടും. അതേപോലെ സെൽ സിഗ്നൽ വരുമ്പോൾ നമുക്ക് ആ കമ്പനിനെ കുറിച്ചൊന്ന് അലേർട്ട് ആവാം. അതായത് ആ കമ്പനിയെ കുറിച്ചൊന്ന് പഠിക്കാം. എന്താണ് ആ കമ്പനിയിൽ വല്ല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, ആ കമ്പനീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രോഫിറ്റ് ഒക്കെ കുറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അലേർട്ട് ആവാം. അതല്ലെങ്കിലോ ഭയങ്കര മോശമായിട്ട് എന്തെങ്കിലും ഒരു വാർത്ത വരുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? വേറെ നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ല, മോശം പെർഫോമൻസ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ആ പൈസ ഒക്കെ നമുക്ക് വിഡ്രോ ചെയ്തിട്ട് തൽക്കാലം സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, വല്ല ഡെബിറ്റ് ഫണ്ടിലോ അങ്ങനത്തെ വല്ലതൊക്കെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മണി ഡൈവേർട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഗുണങ്ങൾ. അപ്പോൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കാൻ നമുക്ക് നോക്കാം. അതായത് ഒരു സ്റ്റോക്ക് മേലോട്ട് പോണ്, അപ്പ് ഡൗൺ. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ടെന്ന്. ഈ സ്റ്റോക്ക് ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴേക്ക് വന്നതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ച് മേലേക്ക് കയറാനായിട്ട് ശ്രമിക്കും. അതിന് ശേഷമായിരിക്കും താഴേക്ക് പോവാം. മനസ്സിലായില്ല? അതായത് ഈ ഒരു ട്രെൻഡ് ലൈന് താഴേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മേലേക്ക് പോയതിന് ശേഷമാണ് സാധാരണ സമയങ്ങളിൽ താഴേക്ക് പോവാം. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ നമുക്കൊരു സമയം കിട്ടും. അതായത് നമ്മുടെ ട്രെൻഡ് ലൈൻ നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബ്രേക്ക് ഡൗൺ വന്നതിന് ശേഷം മേലോട്ട് പോണ ഈ സമയം ഉണ്ടല്ലോ, ഇവിടെ നമുക്കൊരു സമയം കിട്ടും. അതായത് ഈ കമ്പനിയിൽ എന്തെങ്കിലും മോശം നടക്കുന്നുണ്ടോ, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്ന് സ്റ്റഡി ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ചില സമയത്ത് എന്താവും, അതൊന്നും കൂടി താഴേക്ക് വന്നിട്ട് വേണമെങ്കിൽ തിരിച്ച് കയറാം. അതായത് 2 ടൈപ്പ് നടക്കാം. ഒന്നിനെ താഴേക്ക് ഭയങ്കരമായിട്ട് താഴേക്ക് വീഴാം, അല്ലെങ്കിൽ ചില സമയത്ത് ഒന്ന് താഴേക്ക് വന്നതിന് ശേഷം തിരിച്ച് കയറുകയും ചെയ്യാം. അപ്പം ഇവിടെ നമുക്ക് സമയം കിട്ടും. അപ്പം അതാണ് ഒരു സെൽ സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. ഒരു ഇൻഡ്യൂഷൻ, അതായത് ഒരു ട്രാഫിക് ലൈറ്റ് പോലെ ഒരു ചെറിയ റെഡ് ലൈറ്റ് കത്തണ പോലെ കത്തും എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒന്നും കൂടി ആ സ്റ്റോക്കിനെ കുറിച്ചിട്ട് ഒന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ലോങ് ടേമോ സ്വിംഗ് ട്രേഡിങ്ങോ ചെയ്യുമ്പോഴുള്ള ഒരു ഗുണം. അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊരു ഉദാഹരണം പറയാം. ഒരു ഫേമസ് ഉദാഹരണം, ഞാനൊരു ഫേമസ് ഉദാഹരണം ഇപ്പോൾ എടുത്തുന്നുള്ളൂ. അതായത് ഫേമസ് ഉദാഹരണം ഏതാണ്? അദാനി എൻ്റർപ്രൈസസ്. അദാനിയുടെ സ്റ്റോക്ക് ടപ്പ എന്ന് പറഞ്ഞിട്ട് വീണ കഥകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അടുത്ത് തന്നെ അദാനിയുടെ സ്റ്റോക്ക്, അതായത് സ്റ്റോക്ക് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു.
അതായത് 2022 തൊട്ടിട്ട് ഭയങ്കര മൂവ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര മൂവ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുത്തനുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. അതിനുശേഷം ടപ്പേന്ന് പറഞ്ഞിട്ട് താഴേക്ക് വീണു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനുള്ള കാരണം, അപ്പോൾ ഇതിലുണ്ടല്ലോ പല ആൾക്കാരും ബൈ ചെയ്തിട്ട് പല സ്ഥലത്തേക്കും, ചിലവർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും, ചിലവർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും, ചിലവർ ഇവിടെ ബൈ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ സ്റ്റോക്ക് പെട്ടെന്ന് താഴേക്ക് വീണപ്പോൾ എന്ത് ചെയ്തു, കുറേ ആൾക്കാർ ഇതിന് മുന്നേ ഇത് വീഴുന്നതിന് മുന്നേ വാങ്ങിയവരെന്ത് ചെയ്തു, തിരിച്ച് കയറി വരുന്നുണ്ട്, സ്റ്റോക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചു. സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു വർഷമോ 6 മാസമൊക്കെ സൂക്ഷിച്ചതിന് ശേഷം വീണ്ടും ഇവിടെയാണ് ബൈ തിരിച്ച് വിറ്റത്. അതായത് ഇവിടെ ബൈ ചെയ്ത ആൾക്കാർക്ക് പിന്നെ ലാഭം കണ്ടു, പിന്നെ തിരിച്ച് നഷ്ടം വന്നപ്പോൾ ആ സ്റ്റോക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് തിരിച്ച് ചെറിയ ലാഭത്തിലൊക്കെ വന്നപ്പോൾ 1 മാസമോ 6 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഏരിയയിലൊക്കെ ചിലവർ വിറ്റിട്ടുണ്ടാവും. അപ്പം അവർക്ക് എന്താണ്, കുറേ സമയം അവരെ പൈസ ലോക്കായിരുന്നു, അവർക്ക് വലിയ ലാഭം കിട്ടുകയും ചെയ്തില്ല. അപ്പം ഇതേ സെയിം സംഭവം കുറച്ച് നമ്മൾ ട്രെൻഡ് ലൈനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആൾക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക്, സാധാരണ സ്റ്റോക്കുകൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരാം, ഒരു 45 ഡിഗ്രിയിലാണ് ഈ സ്റ്റോക്കുകൾ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുത്തന്നെ ഒരു ലെവലിലാണ് പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്യുമ്പോൾ ഇതാണ് 1 ഡേ ചാർട്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ പറഞ്ഞത് എന്താണ്, 1 വീക്ക് ചാർട്ടാണ്. ആ ഒരു സെയിം സ്റ്റോക്ക് ഞാൻ എന്ത് ചെയ്തു 1 ഡേയിൽ പറയുന്നത്. അപ്പോൾ 1 ഡേയിൽ വന്നപ്പോൾ ഇവിടെയാണ് സ്റ്റോക്ക് എന്ത് ചെയ്ത് ടപ്പ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് താഴേക്ക് ലോസ് വന്നത്. അപ്പോൾ ഒരു ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് വന്നപ്പോഴാണ് ഈ അദാനി സ്റ്റോക്കുകളെല്ലാം താഴേക്ക് വീണത്. അപ്പോൾ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. അതായത് അദാനി റിപ്പോർട്ട്, അദാനി കമ്പനി ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് സ്റ്റോക്ക് മേലോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് വന്നത് ജനുവരി 24, 2023 ആ റിപ്പോർട്ട് വന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ ഈ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻ, ഒരു സിഗ്നൽ കിട്ടിയിരുന്നോ, ഒരു സെൽ സിഗ്നൽ കിട്ടിയിരുന്നോ എന്ന് നമുക്ക് നോക്കാം. അപ്പം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രെൻഡ് ലൈൻ എന്താണ്, ട്രെൻഡ് ലൈൻ വരച്ചു കണ്ടോ. അതായത് ഈ ഒരു ട്രെൻഡ് ലൈന് നമ്മൾ വരച്ചതിന് ശേഷം ആ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ പിടിച്ച് പോവായിരുന്നെങ്കിൽ ആ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മേലോട്ട് വന്നതിന് ശേഷം വീണ്ടും താഴോട്ട് വന്നു. അതായത് ഞാൻ പറഞ്ഞില്ല, അതായത് ആ ബ്രേക്ക് ചെയ്തിട്ട് ശേഷം തിരിച്ച് കയറി പോകാൻ ശ്രമിച്ചതിന് ശേഷം വീണ്ടും താഴേക്ക് വന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നു. ആ ഒരു സംഭവം ഇവിടെ വന്ന് ഇവിടെ വലിയൊരു റെഡ് ക്യാൻഡിൽ വന്ന് വീണ്ടും അത് കണ്ട് വീണ്ടും റെഡ് ക്യാൻഡിൽ വന്ന് വീണ്ടും വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ റിപ്പോർട്ട് വന്നത്. അതായത് ആ ഒരു റിപ്പോർട്ട് വന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ഒരാളായാൽ പോലും ഈ ഒരു ഏരിയയിൽ എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ, തിരിച്ച് കയറി വരുമ്പോൾ നോക്കാന്ന് പറഞ്ഞിട്ട് എക്സിറ്റ് ചെയ്തിരുന്നെങ്കിൽ, അല്ലേ പോട്ടെ, ആ റിപ്പോർട്ട് വരുമ്പോഴെങ്കിലും ഓൾറെഡി അയാൾക്ക് അറിയാം ഒരു സെൽ സിഗ്നലാണ്. പിന്നെ ഈ റിപ്പോർട്ടും കൂടി വരുമ്പോൾ അയാൾ രണ്ടും കൂടി കണക്ട് ചെയ്യും. അപ്പം അയാൾ എക്സിറ്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് ഈ നഷ്ടം മൊത്തം ഒഴിവാക്കാൻ പറ്റിയിരുന്നില്ലേ? പറ്റുമായിരുന്നു. മനസ്സിലായ ഫ്രണ്ട്സ്? എല്ലാം ചാർട്ടിലുണ്ട്. നിങ്ങൾ ചാർട്ട് അത് മനസ്സിലാക്കാനും നിങ്ങൾ ഫോളോ ചെയ്യാനും ഒബ്സർവ് ചെയ്താനും പഠിച്ചാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ സെയിം സംഭവം തന്നെ ഇനി പോട്ടെ, ഇവിടെ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് വന്നു, അത് താഴേക്ക് വീണു. അപ്പം നിങ്ങൾ അദാനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം സ്റ്റോക്ക് താഴേക്ക് ഇടിഞ്ഞപ്പോൾ ഭയങ്കര ഡിസ്കൗണ്ട് പ്രൈസിൽ സ്റ്റോക്ക് കിട്ടി. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെ വാങ്ങിക്കും? പലരും എന്ത് ചെയ്യും, ചിലപ്പോൾ സ്റ്റോക്ക് താഴേക്ക് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ കാണിച്ചു ഇവിടെ മേടിക്കാമെന്ന് ചോദിക്കും. കാരണം നേരത്തെ എത്ര 4000 ഉണ്ടായിരുന്നതാണ്, അതിപ്പോൾ 3000 മേടിക്കാമെന്ന് ചോദിക്കും. ചിലർ ചോദിക്കും 2400 മേടിക്കാമെന്ന് ചോദിക്കും. ചിലർ എന്ത് ചെയ്യും, ഇവിടെ മേടിക്കാമെന്ന് ചോദിക്കും. അപ്പം എങ്ങനെ മേടിക്കും? ഒരു കൃത്യമായിട്ടൊരു നല്ലൊരു ഏരിയയിൽ. കാരണം ഇവിടെ മേടിച്ചതിന് ശേഷം വീണ്ടും താഴേക്ക് പോവല്ലേ, എപ്പോഴാണ് തിരിച്ച് കയറി വരാമെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അപ്പോൾ അതിനൊരു പ്രോപ്പർ മെത്തേഡ് എന്താണ്, ഒരു കുറച്ചും കൂടി നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും? അതിനുള്ള ഉത്തരം എന്താണ്? നമ്മുടെ ട്രെൻഡ് ലൈൻ. മനസ്സിലായ ഫ്രണ്ട്സ്? ട്രെൻഡ് ലൈൻ വിട്ടിട്ട് ഒരു കളിയില്ല ഫ്രണ്ട്സ്. അപ്പോൾ ട്രെൻഡ് ലൈൻ എങ്ങനെയാണ്? ഈ സ്റ്റോക്ക് എങ്ങനെയാണ് തിരിച്ച് നമുക്കിവിടെ ഡൗൺ ആയതിനു ശേഷം എവിടെയെങ്കിലും നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടുന്നുണ്ടോ നോക്കും. അതായത് സ്റ്റോക്ക് നല്ല ഡൗൺ ആയിരുന്നു. അപ്പം നമുക്ക് ആദ്യം ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയത് ഇവിടെയാണ്. അതായത് ഇവിടെ ഒന്നും ട്രെൻഡ് ലൈൻ ഇല്ല. ഇവിടെ വന്നപ്പോൾ എന്താണ് കിട്ടിയത്? അതായത് ഇവിടെ വന്നു സ്റ്റോക്ക്, വീണ്ടും ഇവിടെ വന്നു സ്റ്റോക്ക്, ഇവിടെ വന്നു, ഒരു ട്രെൻഡ് ലൈൻ താഴെ നമുക്ക് വരയ്ക്കാൻ പറ്റി. അതേപോലെ തന്നെ മേലെയും വരയ്ക്കാൻ പറ്റി. അപ്പം എന്താണ്, ഈ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ട് മേലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബൈ ചെയ്യാം. കാരണം ഈ ട്രെൻഡ് ലൈനിന് തിരിച്ച് കയറി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്ത് ചെയ്തത്? അത് ബ്രേക്ക് ആയില്ല, വീണ്ടും എന്ത് ചെയ്ത് താഴേക്കാണ് പോയത്. അപ്പം എന്താണ്, നമ്മൾ ബൈ ചെയ്തില്ല. മനസ്സിലായോ ഫ്രണ്ട്സ്? അതായത് ഈ സ്റ്റോക്കുകൾ ട്രെൻഡ് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിക്കൽ വാങ്ങൽ എന്ന് പറയുന്ന ഒരു സ്പ്രിങ് ആക്ഷൻ, അവിടെ ഒരു ടെൻഷനാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു ടെൻഷൻ വന്നതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അതിൽ സ്റ്റോക്ക് തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റത്തെ ഓപ്ഷൻ വന്നപ്പോൾ കിട്ടിയില്ല. രണ്ടാമത്തെ ഓപ്ഷൻ എവിടെ വന്ന് നോക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെയാണ് വന്നത്. ഇവിടെ എന്താണ്, സ്റ്റോക്ക് മേലോട്ട് വന്നു, താഴോട്ട് വന്നു, മേലോട്ട് വന്നു, താഴോട്ട് വന്നു, നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു.
ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ട്രേഡ് എടുത്തൂടെ ഫ്രണ്ട്സ്? മനസ്സിലായി ഫ്രണ്ട്സ്? രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി, ഫസ്റ്റത്തെ ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് സിഗ്നൽ കിട്ടിയില്ല, ബൈ ചെയ്തു. പിന്നെ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റിയിൽ ബൈ ചെയ്തു. പിന്നെ എന്താണ്, സ്റ്റോക്ക് മേലോട്ട് മൂവ് ചെയ്ത് കണ്ട. മനസ്സിലായ ഫ്രണ്ട്സ്? അതായത് ഒരു സ്റ്റോക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ താഴേക്ക് വീണാൽ പോലും അതിൽ ട്രെൻഡ് ലൈൻ കണ്ടിട്ട് അതിൽ ബ്രേക്ക് ഔട്ടിൽ വരുമ്പോൾ ട്രേഡ് എടുത്തതിനാൽ അതിമനോഹരമായിരിക്കും ഫ്രണ്ട്സ്. നിങ്ങൾക്ക് നിങ്ങളെ മണി മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതല്ലാതെ തോന്നിയോടത്ത് വാങ്ങി ആവറേജ് ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്താ സംഭവിച്ചത്? ഇവിടെയാണ് നമ്മൾ ബൈ ചെയ്തത്. ആ ബൈ ചെയ്ത സ്റ്റോക്ക് പിന്നെ മേലോട്ട് പോയി, വീണ്ടും മേലോട്ട് പോയി, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ട്രെൻഡ് ലൈൻ ഉണ്ടായി. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായി, 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 ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായി. അപ്പോൾ ഈ ഏരിയയിലൊക്കെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബൈ ചെയ്യുന്നില്ല. ഇവിടെ ബൈ ചെയ്തു, കുറച്ചൊന്ന് താഴേക്ക് വന്നു, അപ്പോൾ ചെറിയ നഷ്ടത്തിൽ ബുക്ക് ചെയ്തു. രണ്ടാമത്തോടെ ബൈ ചെയ്തു, മേലോട്ട് പോയി നല്ല പ്രോഫിറ്റ് കിട്ടി. ഇവിടെ ഒരു ബൈ ചെയ്തു, കുറച്ച് മേലോട്ട് പോയി, വീണ്ടും അത്ര നഷ്ടം വന്നില്ല, വീണ്ടും ഇത് മേലോട്ട് പോണ്. ഇത് കഴിഞ്ഞു. ഈ ചെറിയ ചെറിയ ട്രെൻഡ് ലൈനുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അനുസരിച്ചാൽ ഈ ഒരു പോയിന്റും കൂടി ചേർത്തിട്ട് നമുക്ക് ലൈൻ വരയ്ക്കാൻ പറ്റും. കണ്ട, ആ ഒരു ലൈൻ നീട്ടി വരയ്ക്കുമ്പോൾ എന്താണ്, അടുത്തൊരു വലിയൊരു ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ചെയ്തു. അതായത് മനസ്സിലായി ഫ്രണ്ട്സ്? നേരത്തെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു, അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് വന്നു, ഡിസ്കൗണ്ട് പ്രൈസിൽ വന്നു. അതിനുശേഷം വിക്കല് വാങ്ങലൊക്കെ വന്നതിന് ശേഷം അത് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ ട്രെൻഡ് ലൈൻ ഉണ്ടായി. കുഞ്ഞു ട്രെൻഡ് ലൈനുകൾ ചേർന്ന് വലിയ ട്രെൻഡ് ലൈൻ. പണ്ട് പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? അങ്ങനെ കുഞ്ഞു ട്രെൻഡ് ലൈൻ ചേർന്ന് വലിയ ട്രെൻഡ് ലൈൻ ഉണ്ടായി. പിന്നെ ഒരു മെഗാ ട്രെൻഡ് ലൈൻ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിന് മേലേക്ക് എങ്ങനെ പോകുന്നു നമുക്ക് ഭാവിയിൽ നോക്കാം. അത് ഭാവിയിലത്തെ കാര്യമാണ് അല്ലേ? അപ്പോൾ ഇനി അടുത്ത എക്സാമ്പിൾ ബോറടിച്ചാ ഞാനിനെ കുറച്ചും കൂടി ഇങ്ങനെ എക്സാമ്പിളുകളൊക്കെ പറയും. അടുത്ത എക്സാമ്പിളും കുറച്ച് ഫേമസ് ആണ്. ഏതാണ്? വോഡഫോൺ ഐഡിയയുടെ ചാർട്ട്. അതായത് 2015 110 രൂപ ഉണ്ടായിരുന്ന സാധനമാണ്. ആ സാധനം 2020 5 രൂപയായി. മനസ്സിലാക്കണം ഫ്രണ്ട്സ്, 110 രൂപ ഉണ്ടായിരുന്ന സാധനം വെറും 5 രൂപയായി. അപ്പോൾ ആ ഒരു സ്റ്റോക്കിൽ കുറേ ആൾക്കാരുണ്ട്. ഐഡിയയുടെ പ്രൈസ് 110 രൂപ ഉണ്ടായിരുന്നത് ഇപ്പോൾ 40 രൂപയായി, അല്ല 50 രൂപയായി. അത് കയറും, നമുക്കത് ബൈ ചെയ്തിടാം. ഒരു 10,000 രൂപ കിടക്കട്ടെ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് 30 രൂപയായപ്പോൾ എന്താണ് 10,000 രൂപ 7,000 5,000 രൂപയായി. അപ്പോൾ പറയണം കുറച്ചും കൂടി മേടിച്ചിടാം. കുറച്ചും കൂടി ഇപ്പോൾ 20 രൂപ മേലേക്ക് പോകാൻ സാധ്യതയില്ല, അപ്പോഴും മേടിച്ചിടാം. ഇങ്ങനെ ആവറേജ് ചെയ്ത് കുറേ പേര് ആൾക്കാർ കാശ് കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അതെനിക്കിങ്ങനെ പുതിയ വീഡിയോസുകൾ ചെയ്യാനുള്ള ഒരുപാട് മോട്ടിവേഷൻ നൽകുന്നതായിരിക്കും. മനസ്സിലായോ ഫ്രണ്ട്സ്? ആവറേജ് ചെയ്യാന്ന് വെച്ചാൽ മനസ്സിലായില്ലേ? കാശ് കുറയുമ്പോൾ വീണ്ടും മേടിച്ചിടാം. വീണ്ടും കാശ് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് മേടിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം എന്താണ്, നല്ല പണി കിട്ടും. മനസ്സിലായില്ലേ? അതായത് എന്താണ് ആ സ്റ്റോക്കിൽ നടക്കുന്നതെന്ന് അറിയാണ്ട് വെറുതെ ആവറേജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ട്രെൻഡ് ലൈനും നമ്മൾ ചാർട്ട് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു സ്റ്റോക്ക് ഉണ്ടോ, നമ്മൾ ആദ്യം ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. ഇവിടെ ഒരു പോയിന്റ് കൂട്ടിയിട്ട് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു. പോട്ടെ, ഈ ട്രെൻഡ് ലൈൻ നിങ്ങൾ ഇങ്ങനെ തന്നെ വരയ്ക്കുന്നില്ല. ഇപ്പോൾ തെറ്റി വരച്ചു, ഒന്ന് മാറ്റിയിട്ട് ഇത് ഇങ്ങനെ വരച്ചു, ഒന്നും കൂടി മുട്ടിച്ചിട്ട് വരച്ചു. അതായത് ഇതിന് മുന്നത്തെ ട്രെൻഡ് ലൈൻ എന്താണ്, ഇതിനെ താത്തി ഇവിടേക്കായിരുന്നു, അതൊന്നും കുറച്ചും കൂടി ആക്കിയപ്പോൾ ഇങ്ങനെ വന്നു. അങ്ങനെയല്ല, ട്രെൻഡ് ലൈൻ ചെറിയ തെറ്റുകൾ വന്നാലൊന്നും ഒരു പ്രശ്നമല്ല. അപ്പോൾ ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, മേലോട്ട് കയറി വന്ന് വീണ്ടും താഴോട്ട് വന്നു. മനസ്സിലായില്ലേ? നമ്മുടെ മറ്റേ സംഭവം തന്നെ, അവൻ തന്നെ. അതായത് അപ്പ് ഡൗൺ വന്നിട്ടുള്ള ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കയറാൻ ശ്രമിച്ചിട്ട് താഴേക്ക് വരുന്ന പരിപാടി. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് സംഭവിച്ചത് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഈ ഒരു പോയിന്റ് തൊട്ടിട്ട് ഈ ഒരു പോയിന്റ് വരെ 3 വർഷത്തെ ഒരു ട്രെൻഡ് ലൈനാണ്. നിങ്ങൾ മനസ്സിലാക്കണം ഫ്രണ്ട്സ്. അതായത് പെട്ടെന്ന് ഒരു 5 മിനിറ്റിലോ പെട്ടെന്ന് നടന്നതല്ല. നിങ്ങൾക്ക് 3 വർഷം ഉണ്ടായിരുന്നു ഈ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ. അപ്പോൾ ഈ 3 വർഷത്തിൻ്റെ ട്രെൻഡ് ലൈനാണ് ഇവിടെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു പോയിന്റ് വന്നത്. അതായത് ഡൗൺ ആയതിനു ശേഷം തിരിച്ച് കയറി വന്നിട്ട് വീണ്ടും ഒരു വീക്ക്നെസ് കാണിച്ചത്. ഡൗൺ ആയി വന്നു, വീണ്ടും കയറി വന്നിട്ട് താഴേക്ക് ഒരു വീക്ക്നെസ്. മനസ്സിലായോ ഫ്രണ്ട്സ്? അങ്ങനെ ഒരു വീക്ക്നെസ് വന്നതിന് ശേഷം പിന്നെന്താണ്, ട്രെൻഡ് ലൈനുകൾ വരാണ്. അടുത്തൊരു ട്രെൻഡ് ലൈൻ വന്നു, വീണ്ടും താഴോട്ട് ബ്രേക്ക് ഔട്ട്. അപ്പം എന്താണ്, ബെയറിഷ്, താഴേക്കാണ് പോകാനുള്ള സാധ്യത. അതിനുശേഷം എന്താണ്, വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ വന്നിട്ട് താഴേക്ക് വന്നു, വീണ്ടും ഒരു ട്രെൻഡ് ലൈൻ വന്നു, എന്നിട്ട് എന്താണ് ഇത് താഴേക്ക് വന്നു. മനസ്സിലായില്ലേ? അപ്പം ഇതിലൊക്കെ താഴേക്കാണ് പോണത്. മനസ്സിലായില്ലേ? താഴേക്ക് പോണതല്ലാണ്ട് നമുക്ക് ബൈ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് കാണില്ല. അപ്പോൾ ഇതിൽ ആകെ ബൈയുടെ ഒരു പോസിബിലിറ്റി വന്നത് ഇവിടെയാണ്. ഈ ഒരു ഏരിയയിൽ നമുക്കൊരു കുഞ്ഞു ട്രെൻഡ് ലൈൻ കിട്ടി. ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബ്രേക്ക് ഔട്ട് ഇവിടെ സംഭവിച്ചതിന് ശേഷം ഒന്ന് തിരിച്ച് കയറി പോകാൻ ശ്രമിച്ചതിന് ശേഷം താഴേക്ക് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇത് നടപടിയാവണ കേസല്ല, ഈ ഏരിയയിലൊന്നും സ്റ്റോക്ക് വീണ്ടും കയറി പോകാൻ പറ്റണില്ല. അപ്പം നമ്മൾ എക്സിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇതിൻ്റെ കമ്പനിയെ കുറിച്ചൊന്ന് അന്വേഷിക്കുമ്പോഴും മനസ്സിലായി ഭയങ്കര മോശം പെർഫോമൻസ് ആണ്. അടുത്തൊരു എക്സാമ്പിൾ. അപ്പോൾ ഇത് വീണ്ടും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വന്നുകൊണ്ട് അതിനുശേഷം താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ അപ്പ് ഡൗൺ വന്ന് കുഞ്ഞു ട്രെൻഡ് ലൈൻ വന്നതിന് ശേഷം ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, വീണ്ടും മേലോട്ട് കയറി.
കുറച്ച് ലാഭം കിട്ടി, 50 നിന്നൊക്കെ അത്യാവശ്യം നല്ല കുറച്ച് ലാഭം കിട്ടി. പക്ഷെ വീണ്ടും താഴേക്ക് വന്നു, നെഗറ്റീവ് വന്നു. അപ്പോൾ ചെറിയ നഷ്ടത്തിനെ ഒഴിവാക്കി. അപ്പം ഇങ്ങനെ ആകെ ഒരു ഓപ്ഷൻസ് നമുക്ക് കിട്ടിയത്, ആകെ 2 ഓപ്പർച്യൂണിറ്റീസാണ് കിട്ടിയത്. ആ 2 ഓപ്പർച്യൂണിറ്റീസും നമ്മൾ ഫെയിൽ ആയാൽ കുറച്ച് കാശ് നഷ്ടം കൊടുത്ത് വിട്ടു. അതിനുശേഷം എന്ത് ചെയ്തു, ഇതിവിടെ ബ്രേക്ക് ഔട്ടായി. പിന്നെ വീണ്ടും ഇവിടെ ട്രെൻഡ് ലൈൻ ഉണ്ടായി. പക്ഷേ ട്രെൻഡ് ലൈനിൽ നിന്ന് മേലോട്ട് ബ്രേക്ക് ഔട്ട് വന്നില്ല. മനസ്സിലായോ ഫ്രണ്ട്സ്? വീണ്ടും താഴോട്ട് വന്നു, ഇവിടെ ട്രെൻഡ് ലൈൻ വന്നു, അതിനും ബ്രേക്ക് ഔട്ട് വന്നോ? ഇല്ല. വീണ്ടും ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, പിന്നെ അവസാനം 2020 വന്നു. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം അത്യാവശ്യം ചെറിയൊരു മൂവ്മെന്റ് പോലെ വരുന്നുണ്ട്. അത് എവിടെയാണ്? 5 രൂപയിൽ. അതായത് ഒരാളിപ്പോൾ ഇവിടെ ഒരു വാങ്ങിച്ചിട്ട് ഒരു 65 നിന്ന് ഒരു 60 രൂപയ്ക്കൊക്കെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു 2-3 രൂപ നഷ്ടം സഹിച്ചു, ഇവിടെ ചെറിയൊരു ലാഭം എടുത്ത് അതിനുശേഷം പിന്നെ അയാൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ നോക്കുന്നത് 5 രൂപയിലാണ്. അപ്പം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഇടയിലൊക്കെ സ്റ്റോക്ക് വെറുതെ ഇതൊന്നും അറിയാണ്ട് ആവറേജ് ചെയ്യുന്ന ഒരു അവസ്ഥ. എൻ്റെ ഈശ്വരന്മാരെ, മനസ്സിലായില്ലേ ഫ്രണ്ട്സ്? അതായത് ആവറേജ് ചെയ്യാം, പണി അറിഞ്ഞിട്ട് എങ്ങനെയാണ് സ്റ്റോക്കിലും ചാർട്ടിലും കാര്യങ്ങൾ പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. അതല്ലാണ്ട് വെറുതെ നിങ്ങളുടെ മൈൻഡിനെ കാൽക്കുലേഷൻ വെച്ചിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, മനസ്സിലായോ ഫ്രണ്ട്സ്? ബോറടിച്ചാ? ഞാനിങ്ങനെ ഭയങ്കര എഫക്റ്റീവാണിത്, അതായത് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിനൊക്കെ. അപ്പോൾ അതിന് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു എക്സാമ്പിൾ പറയാം. അതായത് ഒരു ഇൻഫോസിസിൻ്റെ ചാർട്ട് മനസ്സിലായില്ലേ? ഇത് ഇൻഫോസിസിൻ്റെ ആണ് 1 വീക്കിലെ ചാർട്ട്. ഇൻഫോസിസ് ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ സംഭവിച്ചിട്ടുണ്ട്. അതായത് സ്റ്റോക്ക് ഉണ്ട്, നല്ല ഇൻഫോസിസ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു കമ്പനിയാണ്. ആ സ്റ്റോക്ക് ഇവിടെ ഗ്യാപ്പ് ഡൗൺ സംഭവിച്ചു. ഗ്യാപ്പ് ഡൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് 9.3% ലോസിലേക്ക് താഴെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് സ്റ്റോക്ക് ഓപ്പൺ ചെയ്തു. അതേപോലെ വേറൊരു ദിവസം ഇവിടെ 11.65% ലോസിൽ ഇവിടെ ഗ്യാപ്പ് ഡൗൺ ചെയ്തു. അപ്പോൾ ഈ സംഭവം നമുക്ക് എങ്ങനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെ നമ്മൾ ചാർട്ട് അറിയുന്ന ആൾക്കാർക്ക് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമ്മുടെ സെയിം സംഭവം എന്താണ്? ട്രെൻഡ് ലൈൻ. കണ്ട, ഇവിടെ നിന്ന് തൊട്ടിട്ട് ട്രെൻഡ് ലൈൻ ഇത് പിടിച്ചാണ് ഈ സ്റ്റോക്ക് പോണത്. ആ ട്രെൻഡ് ലൈനെ ബ്രേക്കായി. ആ ബ്രേക്ക് ആയതിനു ശേഷം എന്ത് സംഭവിച്ചു? ഈ ഒരു ട്രെൻഡ് ലൈൻ എന്താണ്? ഒരു വർഷത്തെ 1.7 ഏകദേശം 1.7 വർഷത്തെ ഒരു ട്രെൻഡ് ലൈനാണ്. ആ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ പിടിച്ച് പോയതാണ്. ആ സമയത്താണ് ഈ ഒരു താഴേക്ക് ഒരു ബ്രേക്ക് ആയതിനു ശേഷം മേലോട്ട് പോണത്. അപ്പം ഇതെന്താണ്? സൂക്ഷിച്ചു നോക്കിയേ. അതന്നെ സംഭവം തന്നെ. ഏത്? നമ്മുടെ ചാറ്റ്, നമ്മുടെ പാറ്റേൺ ബ്രേക്ക് ആയ സംഭവമല്ലേ നടന്നത്. ഓക്കെ, അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും മേലേക്ക് പോയതിന് ശേഷം വീണ്ടും താഴേക്ക് വന്നു. കണ്ടോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ക്യാൻഡിലും ഉണ്ടല്ലോ, ഓരോ വീക്കാണ്, ഓരോ ആഴ്ചയാണ്. അപ്പം ഇത്രയും സംഭവിക്കുന്നതിനിടയിൽ ഒരാൾക്ക് മനസ്സിലായില്ലേ? അതായത് ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. കാരണം 1.7 വർഷത്തെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം 1-2 ആഴ്ചയായിട്ട് ഒരു വീക്ക്നെസ് ആണ്. അപ്പം ഞാൻ എന്തോ ഒരു പ്രിക്കോഷൻ എടുക്കാം, ഞാൻ കുറച്ച് സ്റ്റോക്ക് സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കാമെന്ന് തോന്നാനുള്ള സാധ്യത ഇല്ലേ? അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്താണ്? ഈ ഒരു ഗ്യാപ്പ് ഡൗണിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാം. മനസ്സിലായില്ലേ? ഈ ഒരു 99.3% ലോസ് നഷ്ടപ്പെടാം. പോട്ടെ, ഈ ഒരു ലോസ് സംഭവിച്ചത് നമുക്ക് അറിയില്ല. കാരണം നമ്മൾ ഇതിനു മുന്നേ ഇവിടെ ഒന്നും നമുക്ക് അങ്ങനെ ലോസുകൾ കണ്ടില്ല. അപ്പോൾ നമുക്ക് ഇതൊന്നും മനസ്സിലാവാൻ വഴിയില്ല എന്ന് വിചാരിച്ചപ്പോഴും ഈ ഒരു ലോസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നോ? പറ്റും. അതെങ്ങനെ? ഞാൻ ഈ ഒരു ഏരിയ ഞാനൊന്ന് സൂം ഇൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ ഒരു ഏരിയ ഒന്ന് സൂം ഇൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതും വീക്ക്ലി ചാർട്ട് തന്നെയാണ്. നമ്മുടെ നേരത്തെ ഗ്യാപ്പ് ഡൗൺ ഇവിടെ സംഭവിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ ഒരു പോയിന്റ് ഇത്, ഇവിടെ ഒരു ഗ്യാപ്പ് ഡൗൺ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്ത് സംഭവിച്ചത്? അടുത്ത ട്രെൻഡ് ലൈൻ കണ്ട, ട്രെൻഡ് ലൈനാണ്. ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ താഴേക്ക് വന്നു, ഈ ഒരു പോയിന്റിൽ താഴേക്ക് വന്നു, ഈ ഒരു പോയിന്റിൽ നിന്ന് താഴേക്ക് വന്നു. അങ്ങനെ ട്രെൻഡ് ലൈന് താഴെ ഈ ഒരു പോയിന്റ്, പിന്നെ ഈ ഒരു പോയിന്റ് കൂടി വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് കയറാൻ പോകാൻ ശ്രമിച്ചതിന് ശേഷം വീണ്ടും താഴേക്ക് വന്നു. അതിനുശേഷമല്ലേ ഈ ഗ്യാപ്പ് ഡൗൺ സംഭവിച്ചത്. മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പോൾ ഇതും ഒരു സെൽ സിഗ്നലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി കൂടുതൽ ഈ സെൽ സിഗ്നൽ പറയുന്നതിന് മുന്നേ ഞാനൊരു മണി മാനേജ്മെൻറ്റ് റൂള് പറയട്ടെ. പുരുഷൻ എന്നെ അനുഗ്രഹിക്കണം, നിങ്ങളൊന്നും തന്നെ അനുഗ്രഹിക്കണം പറയാൻ. ഓക്കെ ഫ്രണ്ട്സ്. അപ്പോൾ മണി മാനേജ്മെൻറ്റ് റൂള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു സ്റ്റോക്കിൽ ഓവർനൈറ്റ് പൊസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തേക്ക് കൂടുതൽ സൂക്ഷിക്കുമ്പോൾ പിറ്റേ ദിവസം സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓവർനൈറ്റ് പൊസിഷനിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്റ്റോക്കിൻ്റെ റിസ്ക് മീറ്റർ നോക്കണം. അതായത് എന്തോരം റിസ്ക് ഉണ്ടെന്ന് ആ സ്റ്റോക്കിൽ നോക്കണം. എങ്ങനെ റിസ്ക്? അതായത് ഇപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ 1 ഡേ ചാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പോകുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം ഫ്രണ്ട്സ്. ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ സ്റ്റോക്കിലൊക്കെ ഒരു കാര്യം നോക്കണം. അതായത് ഈ സ്റ്റോക്ക് ഒരു ദിവസം എന്തോരം മൂവ് ചെയ്തിട്ടുണ്ടെന്ന്. ഒരു ദിവസം വലിയ മൂവ്മെൻറ്റ് സംഭവിച്ച ദിവസങ്ങളിൽ ഒരു ദിവസം എന്തോരം മൂവ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. അതായത്
കാണാം. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ട്. ഒരു പച്ച ക്യാൻഡിൽ വന്നു, വൺ ഡേയുടെ ചാർട്ടാണ്. 5.12% ഒരു ദിവസം ആ സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കി വേറൊരു ദിവസം താഴേക്ക് പോയപ്പോൾ 1.82% മൂവ് ചെയ്തിട്ടുണ്ട്. വേറൊരു ദിവസം 4.2% മൂവ് ചെയ്തിട്ടുണ്ട്. വേറൊരു ദിവസം 4.17% മൂവ് ചെയ്തിട്ടുണ്ട്. വേറൊരു ദിവസം 4% ഗ്യാപ്പ് അപ്പ് ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സ്റ്റോക്ക് സാധാരണ ലെവലിൽ ഒരു 5% മൂവ് ചെയ്തിട്ടുണ്ടെന്ന്. കാരണം അതാണ് ഒരു മെയിൻ ലെവൽ. കണ്ട ഇവിടെ 3.69 ആണ്. അപ്പോൾ മാക്സിമം ഒരു 5.12% മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനർത്ഥം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവിടെ നമുക്കൊരു കാൽക്കുലേഷൻ നടത്താം. അതായത് കാൽക്കുലേഷൻ മാത്തമാറ്റിക്സ് അഥവാ ഷെയർ മാത്തമാറ്റിക്സ്. ഓക്കെ, അതായത് 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് 5% പെട്ടെന്നെങ്ങാനും താഴേക്ക് ഡൗൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പം എൻ്റെ 5000 രൂപ വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. നടക്കണം എന്നല്ല, സാധ്യതയുണ്ട്. അതാണ് നമ്മളുടെ റിസ്ക്. അപ്പോൾ എനിക്ക് 5000 രൂപ നഷ്ടപ്പെടണ്ട. കാരണം 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 5000 രൂപ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയൊരു എമൗണ്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഒന്ന് കുറയ്ക്കും. അതായത് 1,00,000 രൂപ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും ഞാൻ 80,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ 80,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് 5% എന്ന് പറയുമ്പോൾ 4,000 രൂപ. ഓക്കെ, അപ്പോൾ 1,00,000 രൂപയ്ക്ക് മാക്സിമം 4,000 രൂപ വരെ പെട്ടെന്ന് നഷ്ടപ്പെടാം എന്നുള്ള സാധ്യത വരുമ്പോൾ എനിക്കത് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? 5,000 രൂപ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കൂടുതലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അത്ര ഇൻവെസ്റ്റ് ചെയ്യില്ല. കാൽക്കുലേഷൻ മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് വളരെ ഹാപ്പിയാണ്. കാരണം നമുക്ക് സമാധാനപൂർവ്വം റിസ്ക് ഇല്ലാണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാം അല്ലേ? അപ്പോൾ ഇതേ സെയിം സംഭവം തന്നെ ഓപ്ഷൻസോ ഫ്യൂച്ചറോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഓപ്ഷന് ഫ്യൂച്ചറൊക്കെ ചെയ്യുമ്പോൾ ഒരു ലോട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് 7,000 രൂപയ്ക്കാണ്. അപ്പോൾ അതിന് 5% എന്ന് പറയുമ്പോൾ 35,000 ആണ്. അപ്പോൾ ഓപ്ഷൻസും ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് അത് ശരിക്കും ഷെയർ മേടിക്കാണ്ട് ചെയ്യുന്നതാണ് ഓപ്ഷൻസും ഫ്യൂച്ചറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 35,000 രൂപ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു ലോസാണ്. കാരണം അവർ ട്രേഡ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് 50,000 രൂപയ്ക്ക് 1,00,000 രൂപയ്ക്ക് വെച്ചിട്ടൊക്കെ ആയിരിക്കും ഈ 7,00,000 രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ അതൊരു വേറെ സൈഡ് അവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു എക്സാമ്പിൾ സ്റ്റോക്ക് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ നല്ല മൂവ്മെൻ്റ് ആണ്, എനിക്കിത് ബൈ ചെയ്യണമെന്ന് തോന്നും. അപ്പോൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ പോകുന്നതിന് മുന്നേ നിങ്ങൾ നോക്കേണ്ടത് ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് എന്തോരുണ്ടെന്ന്. അതായത് 12% ഒരു ദിവസം മൂവ് ചെയ്തിട്ടുണ്ട്, 5% മൂവ് ചെയ്തിട്ടുണ്ട്, 6.5% മൂവ് ചെയ്തിട്ടുണ്ട്, ചില ദിവസം 12.1% ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ മാക്സിമം റിസ്ക് എന്ന് പറയുന്നത് 12.3%. അതായത് 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നെങ്ങാനും ഒരു ദിവസം സ്റ്റോക്ക് ഡൗൺ ആയാൽ എനിക്ക് 12,000 രൂപ പോകും. മനസ്സിലാക്കണം ഫ്രണ്ട്സ്, 1,00,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 12,000 രൂപ പോവാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു റിസ്ക് അല്ലേ? അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, 1,00,000 രൂപ കയ്യിലുണ്ടെങ്കിലും 1,00,000 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത്, അപ്പോൾ അതിന് താഴേക്ക് എത്രയാണ്, 40,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആലോചിക്കുക. അപ്പോൾ അതിൻ്റെ 12% എടുക്കുമ്പോൾ 4,800 രൂപ. മനസ്സിലായ ഫ്രണ്ട്സ്? റിസ്ക് മീറ്റർ അനുസരിച്ചിട്ട് നമ്മുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ പോലും അതിനനുസരിച്ച് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതാണ് മണി മാനേജ്മെൻറ്റ്. മനസ്സിലായ ഫ്രണ്ട്സ്? മാത്സ്, ഷെയർ മാത്തമാറ്റിക്സ്. മനസ്സിലായ ഫ്രണ്ട്സ്? അപ്പോൾ ഈ 40,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 4,800 രൂപയാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. റിസ്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മളെ റിസ്ക് നമ്മൾ കാശ് ഇടുന്നത്, ഇൻവെസ്റ്റ് ചെയ്യണ കാശ് ഇട്ടിട്ട് നമുക്ക് കുറച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്താ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫ്, നമ്മുടെ ട്രേഡിങ് ലൈഫിൻ്റെ ടൈറ്റാനിക് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ലോസ്, നഷ്ടമാണ്. അപ്പോൾ ആ നഷ്ടം നമുക്ക് കുറയ്ക്കാൻ പഠിച്ചെങ്കിൽ, ആ ഒരു ബേസ് സ്ട്രോങ് ആക്കിയാൽ മാത്രമേ നമ്മളെ പ്രോഫിറ്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ നഷ്ടം, ഈ ടൈറ്റാനിക്കിൻ്റെ ബേസ് മഞ്ഞുമലയിലിടിച്ച് തകർന്നാൽ എന്ത് സംഭവിക്കും? ടൈറ്റാനിക് മുങ്ങിപ്പോവും എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പം നമ്മൾ ഈ ജാക്ക് ആൻഡ് റോസ് എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ഫാമിലി. ആ ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള പൈസയ്ക്കാണ് നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. നിങ്ങളുടെ പിള്ളേർക്കോ നിങ്ങളുടെ അച്ഛനമ്മമാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ്വദിക്കേണ്ട പൈസയാണ്. അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ആ ഒരു ടൈറ്റാനിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ, ഈ മണി മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കണം. എന്നിട്ട് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. ഓക്കെ ഫ്രണ്ട്സ്, മനസ്സിലായോ? ഇനി ചില സ്റ്റോക്കുകളുണ്ട്, അതായത് ഈ അപ്പർ സർക്യൂട്ടും ലോവർ സർക്യൂട്ടും അടിക്കുന്നത്. അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് എങ്ങനെയാണ്? അതായത് സ്റ്റോക്ക് ഇവിടെ ഗ്യാപ്പ് അപ്പ് ആവും, അതിനുശേഷം വീണ്ടും വിൽക്കാൻ ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥലത്ത് ചില സമയത്ത് എന്താവും, ഗ്യാപ്പ് ഡൗൺ സംഭവിക്കും. അത് ലോവർ സർക്യൂട്ട്, അതായത് സ്റ്റോക്ക് ഇവിടെ നിന്ന് താഴേക്ക് വരും, പിന്നെ ഇവിടെ മേടിക്കാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സ്റ്റോക്കിലൊക്കെ ആണെങ്കിൽ നമ്മുടെ പൈസ ലോക്കായി പോകും, നമുക്ക് എക്സിറ്റ് ചെയ്യാനോ ബൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പം അങ്ങനത്തെ സ്റ്റോക്കിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പായ്ക്കപ്പലിൽ നമ്മൾ സഞ്ചരിക്കുന്ന പോലെയാവും. എപ്പം മുങ്ങിപ്പോയെന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി ഒരു വാൽക്കഷ്ടം. ഈ ഇൻഫോസിസ് ഞാൻ പറഞ്ഞല്ലോ 9.3% പെട്ടെന്ന് ലോസായി, ഗ്യാപ്പ് ഡൗൺ സംഭവിച്ചു. ഇവിടെ 11.6% ലോസായി എന്നൊക്കെ പറയണത്. ഈ സംഭവം ഉണ്ടല്ലോ, വേറൊരു കാര്യം, അതായത് 2020 ജൂലൈ കോവിഡ് കഴിഞ്ഞൊരു സമയത്ത്
ഈ ഇൻഫോസിസ് സ്റ്റോക്ക് ഒരു ദിവസം 6.5% ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? പണ്ടത്തെ ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴാണ്. അതേപോലെ 2019 ഒക്ടോബറിൽ, അതായത് കോവിഡിന് മുന്നുള്ളൊരു ദിവസം 16% ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ലോസ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായ ഫ്രണ്ട്സ്, അതായത് ഈ സ്റ്റോക്ക് 2022 9.3% ലോസ് വന്നത് ഇത് പണ്ട് ഇതവൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായ? അപ്പോൾ തിരുവാഭരണം വാങ്ങാൻ വന്ന ഇൻഫോസിനോട് നമ്മളെ ട്രേഡേഴ്സിൻ്റെ ഒരു ചോദ്യം, അതായത് നീ അപ്പോൾ വെറുതെ ഒരു ദിവസം വന്ന് ലോസ് ആയതല്ല അല്ലേ, നീ പണ്ടേ ഇതുപോലെയൊക്കെ ചെയ്യണ ആളാണല്ലേ എന്ന്. മനസ്സിലായോ ഫ്രണ്ട്സ്? അപ്പോൾ ഇതിന് അവസാനത്തെ ഒരു ചെറിയ കഷ്ണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ഞാൻ ഈ ഇൻഫോസിസ് ചാർട്ടിൽ വേറൊരു ട്രെൻഡ് ലൈൻ പറഞ്ഞു. അതായത് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ് ഡൗൺ വന്നതിന് ശേഷം തിരിച്ച് കയറി വന്നതിന് ശേഷം ഇവിടെ ഒരു സെൽ സിഗ്നൽ വന്നു എന്ന് പറയുന്നത്. ആ സെൽ സിഗ്നലാണ് അടുത്ത സെൽ സിഗ്നൽ. അതായത് ഒരു സ്റ്റോക്ക് പാറ്റേണിൽ വന്നതിന് ശേഷം താഴേക്ക് ബ്രേക്ക് ചെയ്തതിന് ശേഷം തിരിച്ച് കയറി വന്നിട്ട് വീണ്ടും താഴേക്ക് ഗ്രീൻ വരാം. അപ്പോൾ ഇവിടെ താഴേക്ക് വീണ്ടും ലോസ് വരാം. അപ്പോൾ ഇത് വേറൊരു സെൽ സിഗ്നലാണ്. അപ്പോൾ അതെന്ത് ചെയ്യാൻ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഈ വീഡിയോയിൽ പറയുമ്പോൾ വളരെ ലോങ് ആവും തോന്നുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഹാപ്പി. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.